സുരാജേട്ടൻ്റെ പഴയകാല കോമഡി കാണാൻ പറ്റില്ല. ഫുൾ കോമഡി അല്ല, പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിലുള്ള ഫണ്ണ് ഉണ്ട്. നമുക്ക് നല്ലായിരുന്നു, ഭയങ്കര നല്ലായിരുന്നു. ചിരിക്കാനുണ്ടായിരുന്നു. ഗ്രേസ് നല്ല രസമായിട്ട് എല്ലാവരും നല്ലായിരുന്നു. സുരാജ് ചേട്ടനും അടിപൊളിയായിരുന്നു. ഫുൾ കോമഡിയാണോ? കോമഡിയും കുറച്ച് സീരിയസും കഥയിലേക്ക് ഇനി കയറുന്നതേ ഉള്ളൂ. അങ്ങനെ ഗ്രേസിൻ്റെ ഒക്കെ നല്ല കുറേ ചിരിക്കാനുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്യുക, പെട്ടെന്ന് തീർന്നു പോയ പോലെ. അടിപൊളിയായിരുന്നു. സൂപ്പർ കൺസെപ്റ്റാണ് ചെയ്തിരിക്കുന്ന. മേക്കിംഗ് എടുത്തു പറയണം, അടിപൊളിയായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. ഫുൾ കോമഡിയാണോ? ഫുൾ കോമഡി അല്ല, പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിലുള്ള ഫണ്ണ് ഉണ്ട്. നമുക്ക് രസമാണ്, എൻ്റർടൈനിങ് ആണ്. സൂപ്പറാണ്. പുള്ളി എപ്പോഴും നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. പുള്ളി അടിപൊളി പെർഫോമർ തന്നെയാണ്. ഇതിലും പുള്ളി 100% ഇട്ടിട്ടുണ്ട്. നല്ല പെർഫോമറാണ്. പിന്നെ ആക്ടേഴ്സുകളും രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ള സീരീസുകൾ പോലെ ആവില്ല നാഗേന്ദ്ര സാനിമ. കാരണം ഇതുവരെ കണ്ടെല്ലാം ക്രൈമും ടെൻഷനും ത്രില്ലറും അങ്ങനത്തെയൊക്കെയാണ്. ഇത് വേറെ ഒരു പുതിയ സീരീസുകളുടെ ഇടയിൽ ഒരു പുതിയ ഷോണറിൽ പോകുന്ന ഒരു സീരീസാണ്. എല്ലാവർക്കും ഇഷ്ടമാവട്ടെ എന്ന് വിചാരിക്കുന്നു. സുരാജേട്ടൻ്റെ ഒരു പഴയകാല കോമഡി അത് തന്നെയായിരിക്കും സീരീസ് ഫുള്ള്. സുരാജേട്ടൻ്റെ പഴയകാല കോമഡി കാണാൻ പറ്റില്ല. അങ്ങനത്തെ സീരീസേ അല്ല ഇത്. ഇത് വളരെ സത്യസന്ധമായി പറഞ്ഞു പോകുന്നൊരു കഥയും അതിൽ മുഹൂർത്തങ്ങളിലൂടെയും ആ ക്യാരക്ടർ പോകുമ്പോഴുള്ള രസങ്ങളാണുള്ളത്. സിനിമ കാണുന്ന പോലെയല്ല, വെബ് സീരീസ് 2 എപ്പിസോഡ് ഇപ്പം നമ്മൾ കാണിച്ചിട്ടുള്ളൂ. അതിൽ സെക്കൻഡ് എപ്പിസോഡാണ് എൻ്റെ വരുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യുന്നത്. അത് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് നിതിൻ ചേട്ടനാണ്. പിന്നെ സ്പെഷ്യലി ഇത് ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു പ്രൊഡക്ഷനാണ്. ഹോട്ട്സ്റ്റാറിൻ്റെ കൂടെ ഞാനിപ്പം അത്യാവശ്യം കുറച്ച് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ടും നമുക്ക് ഈ പ്രൊജക്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. ഒരു ഹ്യൂമറായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. കോമഡി എനിക്ക് ഇഷ്ടമുള്ള മേഖലയാണ് ആക്ച്വലി. ഇതിൽ കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, കാരണം ഈ ക്യാരക്ടറിന് അതിൻ്റെ ഒരു ഫ്രീഡം ഉണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഫ്രീഡം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഹ്യൂമർ പിടിക്കാൻ പറ്റുന്ന ലെവലിൽ കുറച്ച് നമുക്ക് കയറ്റി പിടിക്കാവുന്ന ഒരു മീറ്റർ ഉണ്ട് ഇതിന്. അപ്പോൾ അങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന കുറേ മൊമെൻറ്റ്സും കുറേ മാനറിസം ഒക്കെ ഈ സീരീസിൽ ഇടാൻ പറ്റി എന്നാണ് വിശ്വസിക്കുന്നത്. താങ്ക് യു. ഈ 2 എപ്പിസോഡ് കണ്ടിട്ട് ഇപ്പം എന്ത് തോന്നുന്നു? ഭയങ്കര കോമഡി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഇതിൻ്റെ പ്ലേ തന്നെ ഭയങ്കര ആൾക്കാർ കാണട്ടെ. നമ്മളിപ്പോൾ അധികം പറയണം. എനിക്കിപ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ടത് സുരാജേട്ടൻ്റെയും ഗ്രേസ് ആൻ്റണിയുടെ ഗംഭീര ഒരു പെർഫോമൻസ് ആണ്. ഇനിയും പ്രേക്ഷകർ കാണാൻ പോകുന്നുള്ളൂ. ബാക്കി എപ്പിസോഡുകൾ ബാക്കി നടന്മാർ ചെയ്ത വെച്ചാൽ എല്ലാ രീതിയിലും നിതിൻ ചേട്ടൻ്റെ ഗംഭീര മേക്കിംഗ് ആണ്. മ്യൂസിക് ഇതങ്ങനെ രജിൻ രാജാണ്ട്, പിന്നെ നിഖിലാൻ്റെ ക്യാമറ എടുത്ത് പറയേണ്ട ഒരു വിഷ്വൽസ് ആണ്. ഭയങ്കര ആ ഒരു പീരീഡിനെ ഭയങ്കര ഗംഭീരമായിട്ടാണ് പുള്ളിക്കാരൻ ഷൂട്ട് ചെയ്തേക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും മൻസൂർക്കയുടെ എഡിറ്റ് എല്ലാം അതിമനോഹരമായിട്ട് വന്നിട്ടുണ്ട്. എനിക്കൊന്നു കുറച്ച് നാൾക്ക് ശേഷം സുരാജേട്ടൻ്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പ്രേക്ഷകർ കാണാൻ പോവുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആവും മലയാളി പ്രേക്ഷകർക്ക്. അല്ല, എല്ലാവർക്കും ഓൾ ഓവർ ഇന്ത്യ ഇറങ്ങാൻ പോകുന്ന പ്രോജക്റ്റ് അല്ല. അപ്പോൾ ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ കൂടെ ഒന്നും കൂടി ഭാഗമാകാൻ സാധിച്ചതിൽ വലിയ ഭാഗ്യം.